أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അത്തീനിൻ്റെ 5-ാമത്തെ വചനമാണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം: നാം മനുഷ്യനെ ഏറ്റവും അനുയോജ്യമായ നിലയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ്. മനുഷ്യനിലെ നന്മതിന്മകളെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു വിശ്വാസം, മനുഷ്യന് ജനന സമയത്ത് പ്രത്യേകിച്ചൊരു കഴിവും ഇല്ല, അല്ലെങ്കിൽ നന്മതിന്മകൾ പ്രത്യേകമായ നിലയിൽ അവനിൽ വെക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഏതൊരു അന്തരീക്ഷത്തിലാണ് അവൻ വളരുന്നത്, അല്ലെങ്കിൽ അവൻ ലഭിക്കുന്ന ശിക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവൻ്റെ ഭാവി ജീവിതമുണ്ടാവുക. അതായത് അവൻ്റെ ചുറ്റുപാട് അവൻ്റെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ഇത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള യൂറോപ്യൻ തത്വജ്ഞാനികളുടെ ആദർശമാണ്. അവരുടെ പക്കൽ മനുഷ്യൻ ജനിക്കുമ്പോൾ മൃഗങ്ങളോട് സമാനമായ അവസ്ഥയിലാണ് ഉണ്ടാവുക. അവനിൽ നന്മയോ തിന്മയോ ഉണ്ടാവുകയില്ല. വളരുന്ന അന്തരീക്ഷം നല്ലതാണെങ്കിൽ ആൾ നല്ലതാവുകയും മോശമാണെങ്കിൽ അയാൾ മോശമാവുകയും ചെയ്യുന്നു. ഓരോ കുഞ്ഞും ജനിക്കുന്നത് പാപമൊന്നും തന്നെ ഇല്ലാതെയാണ്. പിന്നീടുള്ള അവൻ്റെ ചുറ്റുപാടിലൂടെ അവൻ തിന്മയിലേക്ക് ചായുന്നു എന്നാണ് ഇവരുടെ വിശ്വാസമെങ്കിൽ അത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഓരോ കുഞ്ഞും ജനിക്കുന്നത് സൽപ്രകൃതത്തിലാണ്. ശേഷം അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ ആക്കിത്തീർക്കുന്നു. ഫ്രോയിഡ് പറയുന്നത്, ഇത്തരത്തിൽ ഓരോ കുഞ്ഞും സൽപ്രകൃതത്തിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. പിന്നീട് അവൻ്റെ ചുറ്റുപാടിൽ നിർബന്ധിതനായിക്കൊണ്ട് അവൻ മോശമാകുന്നു എന്നാണെങ്കിൽ ഇത് നമ്മളും അംഗീകരിക്കുന്നു. പക്ഷേ ഫ്രോയിഡ് പറയുന്നത് ഓരോ കുഞ്ഞും ന്യൂട്രലായിട്ടാണ് ജനിക്കുന്നത്. അതായത് ഓരോ കുഞ്ഞും നന്മ തിന്മകളുടെ കാര്യത്തിൽ നിഷ്പക്ഷനായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് അവൻ്റെ സാഹചര്യമനുസരിച്ച് നന്മയിലേക്കോ തിന്മയിലേക്കോ അയാൾ ചായുന്നു. ഇവിടെ നമുക്ക് ചോദിക്കുവാനുള്ളത്, തിന്മയ്ക്ക് ശേഷം അവന് നന്നായി തീരുവാനുള്ള സാഹചര്യമുണ്ടോ എന്നതാണ്. ഇല്ല എന്നാണെങ്കിൽ അഹ്സനി തക്വീം എന്ന് പറയുന്നത് വ്യർത്ഥമായി പോകും. എന്നാൽ പരിഷ്കരണം സാധ്യമാണ് എന്നാണ് മറുപടിയെങ്കിൽ അവൻ്റെ പ്രകൃതിയിൽ നന്മയുടെ കണമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മാനസിക അപഗ്രഥനം എന്ന ചികിത്സാ രീതി തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നു എന്നതിന് തെളിവാണ്. വാസ്തവത്തിൽ ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യപ്രകൃതത്തിൽ തിന്മ ആരംഭിക്കുന്നത് അവൻ തെറ്റായ പ്രവൃത്തി ചെയ്യുമ്പോഴല്ല, മറിച്ച് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ പ്രകൃതത്തിൽ ചില മോശമായ അനുരണനങ്ങൾ ആരംഭിക്കുന്നു. അവൻ്റെ ഓരോ അനക്കമടക്കവും ഹൃദയത്തിൽ ശരിയോ തെറ്റോ ആയ വികാരം ജനിപ്പിക്കുന്നു. ഉദാഹരണമായി, കാമം എന്ന വികാരം കുഞ്ഞിൽ ജനിക്കുന്നത് അവൻ മാതാവിൻ്റെ സ്തനത്തിൽ നിന്നും പാല് കുടിക്കുന്ന സമയം മുതലാണ്. ഇത് ഏറെക്കുറെ ഇസ്ലാമിക വിശ്വാസമാണ്. അതായത് നന്മ തിന്മകളുടെ അറിവ് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഉണ്ടാകാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ബാങ്ക് വിളിക്കുവാൻ കൽപ്പിച്ചിട്ടുള്ളത്. അതായത് അവൻ്റെ ശിക്ഷണത്തിൻ്റെ കാലഘട്ടം ജനനത്തോടെ ആരംഭിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ആദർശം ഫ്രോയിഡിൻ്റെ കണ്ടെത്തലല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ആദർശത്തിൻ്റെ സ്ഥാപകൻ. ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മാനസിക അപഗ്രഥനം എന്ന ചികിത്സാ രീതി നമ്മോട് വിളിച്ചു പറയുന്നത്, മനുഷ്യനിലെ തിന്മയ്ക്ക് ശേഷവും അവന് തിരിച്ച് നന്മയിലേക്ക് വരുവാനുള്ള സാഹചര്യം
അല്ലെങ്കിൽ നന്മയിൽ മുന്നേറുവാനുള്ള കഴിവ് അവൻ്റെ പ്രകൃതത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ്. കാരണം മാനസിക അപഗ്രഥനത്തിലൂടെ, സൈക്കോ അനാലിസിസിലൂടെ ഒരുപാട് ആളുകളെ തിന്മയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുന്നു എന്നവർ വാദിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യം സത്യമാണ് എന്നിതിലൂടെ തെളിയുന്നു. അതായത് മനുഷ്യനെ അഹ്സനി തഖ്വീമായി സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നത് മനുഷ്യ ആത്മാക്കൾ തിന്മ പ്രവർത്തിച്ചതിന് ശേഷവും തിരിച്ച് നന്മയിലേക്ക് വരുവാനുള്ള കഴിവ് അവനിൽ അടങ്ങിയിരിക്കുന്നു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര തന്നെ തിന്മകളുണ്ടായാലും, എത്ര ബലഹീനത പ്രകടിപ്പിച്ചാലും അതിനെയെല്ലാം മറികടക്കുവാനും ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ദൈവസാമീപ്യം കരസ്ഥമാക്കുവാനുമുള്ള കഴിവ് അവനിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചില ആളുകൾ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് തങ്ങളുടെ ദുസ്വഭാവത്തെ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ ചിലർ പ്രവാചകരുടെ ദുആ കാരണത്താൽ വളരെ മോശം സ്വഭാവത്തിൽ നിന്നും നന്മ പ്രവർത്തിക്കുന്നവരായിത്തീരുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് മനുഷ്യ പ്രകൃതത്തിൽ നന്മയുള്ളതുകൊണ്ടാണ്. ഈ ആയത്തിൽ പറയുന്നത് ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം എന്നിവർ തങ്ങളുടെ പരിഷ്കരണ പ്രയത്നങ്ങളിൽ വിജയിക്കുകയും ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു എന്നത് മനുഷ്യനെ അള്ളാഹു അഹ്സനി തഖ്വീമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ്. മനുഷ്യനിലെ നന്മ തിന്മകളെ സംബന്ധിച്ച് നാലാമത്തെ വിശ്വാസം മനുഷ്യൻ നിർബന്ധിതനാണ് എന്നതാണ്. അതായത് മനുഷ്യന് നന്മയോ തിന്മയോ ചെയ്യുവാനുള്ള കഴിവേതും തന്നെയില്ല, എല്ലാം ദൈവനിശ്ചിതമാണ്. മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതല്ലാതെ ഒന്നും തന്നെ നടക്കുകയില്ല. ഈ വിശ്വാസം ചില മുസ്ലിങ്ങളുടെ വിശ്വാസമായാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും അതിനുള്ള ഖണ്ഡനം നൽകുകയാണ്. സൂറ അൽ ഫുർഖാൻ 63-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, രാവിലെയും പകലിനെയും മാറി മാറി വരുന്ന നിലയിൽ നാം ആക്കിയിരിക്കുന്നത് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫലമെടുക്കുവാൻ വേണ്ടിയാണ്. അതായത് ആത്മീയമായ രാവും പകലും സന്മാർഗത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും മാറി മാറി വരുന്നതിലൂടെ തിന്മയിൽ നിന്നും ആളുകളെ രക്ഷിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. ദുർമാർഗത്തിന് ശേഷം പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ആളുകളെ തിന്മയിൽ നിന്നും നന്മയുടെ ഉന്നതങ്ങളിലെത്തിക്കുന്നതിനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കുന്നു. എല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ എന്തിനൊരുക്കപ്പെടണം? സൂറ ഫാത്തിർ 38-ാം ആയത്തിൽ നരകവാസികൾ പറയുന്നു, ഞങ്ങളെ തിരികെ അയച്ചാൽ ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതാണ്. അതിന് അള്ളാഹു നൽകുന്ന മറുപടി, ഒരു നീണ്ട കാലം ഉപദേശം സ്വീകരിക്കുന്നതിനായി നിങ്ങൾക്ക് നാം നൽകിയിരുന്നില്ലേ? മുന്നറിയിപ്പുകാരൻ നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്തില്ലേ എന്നാണ്. അള്ളാഹു നന്മ തിന്മകളുടെ കാര്യത്തിൽ അവരെ നിർബന്ധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു എന്നെങ്ങനെ പറയാൻ സാധിക്കും? ചുരുക്കത്തിൽ മനുഷ്യൻ നിർബന്ധിതനാണ് എന്ന വിശ്വാസം തെറ്റാണ്. മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുക്കുവാനുള്ള, അതായത് നന്മ തിന്മകൾ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.